പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, ഇന്ന് വിശുദ്ധ ഫ്രാൻസിസ് പാപ്പയ്ക്കയുടെ ആത്മശാന്തിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പാപ്പയുടെ സംസ്കാര ദിനമാണെന്ന് നമുക്കാർക്കും അവിടെ പോയി കാണുവാൻ സാധിച്ചില്ലെങ്കിലും ആത്മീയ നേത്രങ്ങളിലൂടെ നമുക്ക് അവിടുത്തെ ദർശിക്കാം. അവിടുത്തെ ആത്മശാന്തിക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് കരുണയുടെ നൊവേനയുടെ 9-ാം ദിവസത്തെ പ്രാർത്ഥനയും നമുക്ക് ചൊല്ലണം. സങ്കീർത്തനങ്ങൾ 140. വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്നും അപ്പസ്തോല പ്രവർത്തനം 3-ാം അധ്യായം തുടർ ആദ്യത്തെ ഭാഗം മാത്രം. ഇത്രയുമാണ് പ്രാർത്ഥിക്കുവാനുള്ളത്. സ്നേഹപൂർവ്വം നിങ്ങൾ എന്നോട് സഹകരിക്കുക. ഞാൻ നിന്നെ സൃഷ്ടിച്ച ദൈവം, ഞാൻ നിന്നെ രക്ഷിച്ച ദൈവം, ഞാൻ നിൻ്റെ പാതയിൽ എന്നും വെളിച്ചമായി നിന്നെ നയിക്കുന്ന ദൈവം. ഭയപ്പെടേണ്ട മകനേ മകളേ, ഞാൻ നിൻ്റെ ദൈവമല്ലേ. കരയരുതേ ഇനി എൻ കൺമണിയേ, ഞാൻ നിൻ്റെ കൂടെയില്ലേ, ഞാൻ നിൻ്റെ കൂടെയില്ലേ. ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് ഈ നിമിഷങ്ങളിൽ നമ്മോടൊത്തുണ്ട്. അവിടത്തോട് പ്രാർത്ഥിക്കുന്നവരുടെ മധ്യത്തിൽ സമീപത്ത് യേശുവുണ്ട്. നമുക്ക് വിശ്വാസപൂർവമായിരിക്കാം. ആദ്യം നമുക്ക് സങ്കീർത്തനം 140:12 വചനം ഇതാണ്. നമുക്കിന്നത്തെ ദിവസം ആവർത്തിച്ച് ചൊല്ലാവുന്നതാണ്. കർത്താവ് പീഡിതർക്ക് നീതി നടത്തിക്കൊടുക്കുമെന്നും അഗതികൾക്ക് ന്യായം നിർവഹിച്ചു കൊടുക്കുമെന്നും ഞാൻ അറിയുന്നു. 140:12. കർത്താവ് പീഡിതർക്ക് നീതി നടത്തിക്കൊടുക്കുമെന്നും അഗതികൾക്ക് ന്യായം നിർവഹിച്ചു കൊടുക്കുമെന്നും ഞാൻ അറിയുന്നു. പ്രാർത്ഥനയോടുകൂടിയായിരിക്കാം. സങ്കീർത്തനങ്ങൾ 140. ദുഷ്ടനിൽ നിന്നും രക്ഷിക്കണമേ. കർത്താവേ, ദുഷ്ടരിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ. അക്രമികളിൽ നിന്ന് എന്നെ കാത്തുകൊള്ളണമേ. അവർ തിന്മ നിരൂപിക്കുകയും നിരന്തരം കലഹമിളക്കി വിടുകയും ചെയ്യുന്നു. അവർ തങ്ങളുടെ നാവ് സർപ്പത്തിൻ്റെ നാവ് പോലെ മൂർച്ചയുള്ളതാക്കുന്നു. അവരുടെ അധരങ്ങൾക്ക് കീഴിൽ അണലിയുടെ വിഷമുണ്ട്. കർത്താവേ, ദുഷ്ടരുടെ കൈകളിൽ നിന്നും എന്നെ കാത്തുകൊള്ളണമേ. എന്നെ വീഴിക്കാൻ നോക്കുന്ന അക്രമികളിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. ഗർവിഷ്ഠർ എനിക്ക് കെണിവച്ചിരിക്കുന്നു. അവർ എനിക്ക് വലവിരിച്ചിരിക്കുന്നു. വഴിയരികിൽ അവർ എനിക്ക് കുടുക്കൊരുക്കുന്നു. കർത്താവിനോട് ഞാൻ പറയുന്നു, അവിടുന്നാണ് എൻ്റെ ദൈവം. കർത്താവേ, എൻ്റെ യാചനകളുടെ സ്വരം ശ്രവിക്കണമേ. കർത്താവേ, എൻ്റെ കർത്താവേ, എൻ്റെ ശക്തനായ രക്ഷക, യുദ്ധദിവസം അവിടുന്ന് എന്നെ പടത്തൊപ്പി അണിയിച്ചു. കർത്താവേ, ദുഷ്ടൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കരുതേ. അവൻ്റെ ദുരുപായങ്ങൾ സഫലമാക്കരുതേ. എന്നെ വലയം ചെയ്യുന്നവർ തല ഉയർത്തുന്നു. അവരുടെ അധരങ്ങളുടെ തിന്മ അവരെ കീഴ്പ്പെടുത്തട്ടെ. ജ്വലിക്കുന്ന തീക്കനലുകൾ അവരുടെ മേൽ വീഴട്ടെ. ഒരിക്കലും എഴുന്നേൽക്കാനാവാത്ത വിധം അവർ കുഴിയിൽ എറിയപ്പെടട്ടെ. ഏഷണിക്കാരൻ ഭൂമിയിൽ പ്രബലനാകാതിരിക്കട്ടെ. അക്രമിയെ തിന്മ വേഗം വേട്ടയാടി നശിപ്പിക്കട്ടെ. കർത്താവ് പീഡിതർക്ക് നീതി നടത്തിക്കൊടുക്കുമെന്നും അഗതികൾക്ക് ന്യായം പാലിച്ചു കൊടുക്കുമെന്നും ഞാൻ അറിയുന്നു. നീതിമാന്മാർ അങ്ങയുടെ നാമത്തിന് നിശ്ചയമായും നന്ദി പറയും. പരമാർത്ഥ ഹൃദയർ അവിടുത്തെ സന്നിധിയിൽ വസിക്കും. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. അപ്പസ്തോല പ്രവർത്തനങ്ങളിലുള്ള ഭാഗം നോക്കാം. 3-ാം അധ്യായം. മുടന്തന് സൗഖ്യം നൽകുന്ന പ്രധാനപ്പെട്ട ഒരു അത്ഭുതം പത്രോസിൻ്റെയൊക്കെ കൈകളിലൂടെ നടക്കുന്നതാണ് ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മുടന്തന് സൗഖ്യം. ഒരു ദിവസം 9-ാം മണിക്കൂറിലെ പ്രാർത്ഥനയ്ക്ക് പത്രോസും യോഹന്നാനും ദേവാലയത്തിലേക്ക് പോവുകയായിരുന്നു. ജന്മനാ മുടന്തനായ ഒരാളെ എടുത്തുകൊണ്ട് ചിലർ അവിടെ എത്തി. ദേവാലയത്തിൽ പ്രവേശിക്കുന്നവരോട് ഭിക്ഷ യാചിക്കാനായി സുന്ദര കവാടം എന്ന് വിളിക്കപ്പെടുന്ന ദേവാലയവാതിക്കൽ അവനെ കിടത്തുക പതിവായിരുന്നു. പത്രോസും യോഹന്നാനും ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്നത് കണ്ട് അവൻ അവരോട് ഭിക്ഷ യാചിച്ചു. പത്രോസ് യോഹന്നാനോടൊപ്പം അവനെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു, ഞങ്ങളുടെ നേരെ നോക്കുക. അവരുടെ പക്കൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് അവൻ അവരെ നോക്കി. പത്രോസ് പറഞ്ഞു,
വെള്ളിയോ സ്വർണമോ എൻ്റെ കയ്യിലില്ല. എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു. നസ്രായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. പത്രോസ് വലത്ത് കൈ പിടിച്ച് അവനെ എഴുന്നേൽപ്പിച്ച് ഉടനെ അവൻ്റെ പാദങ്ങളും കണങ്കാലുകളും ബലം പ്രാപിച്ചു. അവൻ ചാടി എഴുന്നേറ്റ് നടന്നു. കുതിച്ചു ചാടി നടന്നും കുതിച്ചു ചാടിയും ദൈവത്തെ സ്തുതിച്ചും കൊണ്ട് അവൻ അവരോടൊപ്പം ദേവാലയത്തിൽ പ്രവേശിച്ചു. അവൻ നടക്കുന്നതും ദൈവത്തെ സ്തുതിക്കുന്നതും ജനമെല്ലാം കണ്ടു. ദേവാലയത്തിൻ്റെ സുന്ദര കവാടത്തിൽ ഭിക്ഷയാചിച്ചു കൊണ്ടിരുന്നവനാണ് അവനെന്ന് അവർ മനസ്സിലാക്കി. അവന് സംഭവിച്ച കാര്യത്തെക്കുറിച്ച് അവർ അത്ഭുതസ്തബ്ധരായി. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. കരുണയുടെ നൊവേന 9-ാം ദിനത്തിലെ പ്രാർത്ഥന. നാളെയാണ് കരുണയുടെ തിരുനാൾ. നമുക്ക് ഭക്തിപൂർവ്വം ആ പ്രാർത്ഥനയിൽ കൂടിയായിരിക്കാം. ദൈവകാരുണയുടെ നൊവേന പ്രാർത്ഥന. 9-ാം ദിനം. ഈശോയെ, അങ്ങ് സർവ്വലോകത്തിനും ജീവൻ്റെ ഉറവിടവും കരുണയുടെ കടലും തുറന്നു തന്നാണല്ലോ അങ്ങ് മരണം പ്രാപിച്ചത്. ജീവൻ്റെ സംഭരണിയും അളവില്ലാത്ത കാരുണ്യത്തിൻ്റെ ഉറവിടമായ ഈശോയെ, സർവ്വലോകത്തെയും അങ്ങ് ആവരണം ചെയ്യണമേ. അങ്ങയുടെ അനുഗ്രഹങ്ങൾ പൂർണ്ണമായും ചൊരിയണമേ. ഈശോയുടെ ഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്ക് കാരുണ്യസ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളങ്ങയിൽ ആശ്രയിക്കുന്നു. ആ പ്രാർത്ഥനയാണ് ഇന്ന് ഇടയ്ക്കുള്ള സമയത്തൊക്കെ നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കാവുന്ന പ്രാർത്ഥനയാണ്. നമുക്ക് ഈശോയുടെ വാക്കുകൾ ശ്രവിക്കാം. ഇന്നത്തെ നമ്മുടെ നിയോഗം, മന്ദതയിൽ നിബന്ധിച്ച ആത്മാക്കളെ ഈശോയുടെ സമീപത്തേക്ക് കൊണ്ടുവരുവാനും അവരുടെ മേൽ ഈശോയുടെ കരുണ ചൊരിയുന്നതിനും വേണ്ടിയാണ് ഇന്നത്തെ പ്രാർത്ഥന. ഇന്ന് ഈശോയുടെ വാക്കുകൾ നമുക്ക് ശ്രവിക്കാം. മന്ദതയിൽ നിബന്ധിച്ച ആത്മാക്കളെ ഇന്ന് എൻ്റെ അടുക്കൽ കൊണ്ടുവരിക. എൻ്റെ കരുണക്കടലിൽ അവരെ മുക്കിയെടുക്കുക. എൻ്റെ ഹൃദയത്തെ വളരെ വേദനാജനകമായി അവർ മുറിവേൽപ്പിക്കുന്നു. ഒലിവ് തോട്ടത്തിൽ വെച്ച് എൻ്റെ ഹൃദയം തീവ്രവേദനയാൽ വലഞ്ഞത് മന്ദഹൃദയത്തെ പ്രതിയാണ്. അങ്ങ് തിരുമനസ്സാകുന്നുവെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകന്നു പോകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചത് അവർ മൂലമാണ്. എൻ്റെ കാരുണ്യത്തിലേക്ക് ഓടി വരികയാണ് അവർക്ക് അവസാനത്തെ പ്രതീക്ഷ. ഈ ആത്മാക്കളെ നമുക്ക് ഈശോയുടെ കരുണക്കടലിൽ മുക്കിയെടുക്കാം. ഈശോയുടെ ഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്ക് കാരുണ്യസ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞാനങ്ങിൽ ആശ്രയിക്കുന്നു. ഈ പ്രാർത്ഥന നമുക്ക് 3 പ്രാവശ്യം ചൊല്ലിയതിന് ശേഷം കരുണക്കൊന്ത സ്വർഗസ്ഥനായി നന്മ നിറഞ്ഞറിയും വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് കരുണയുടെ ജപമാലയും കൂടി ചൊല്ലുമ്പോൾ ഇന്നത്തെ പ്രാർത്ഥന പൂർണ്ണമാകും. നിങ്ങൾ ഇതുവരെ എന്നെ സഹകരിച്ചതിന് ഞാൻ ദൈവനാമത്തിൽ നിങ്ങൾക്ക് നന്ദി പറയുന്നു. നമുക്ക് പ്രത്യാശയോടെ നിയോഗങ്ങൾ സമർപ്പിക്കാം. പ്രാർത്ഥനയിലായിരിക്കാം. ദൈവത്തിന് നന്ദി.